വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്നേഹസമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവപ്രവർത്തികളെ കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ ജീവിതത്തിൻ്റെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന, അപമാനങ്ങളെ നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തി കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്തി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 73 സങ്കീർത്തനം 16 വാക്യം: ഞാനിത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഒരു പദവ ഇന്ന് പകൽ ആ ഒരു വാക്ക് ആലോചനയ്ക്കായി എടുക്കുകയാണ്. എനിക്ക് പ്രയാസമായി തോന്നി. ദൈവത്തിൻ്റെ പൈതലേ, ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു പ്രയാസമായി മാറിയിരിക്കുന്ന, കഴിഞ്ഞ കാലാനുഭവങ്ങളിൽ സാധാരണ ഒരു കുഴപ്പമില്ലാതിരുന്ന മേഖലകൾ പോലും ഇപ്പോൾ പ്രയാസമായി മാറിയിരിക്കുന്ന ഒരു തലത്തിലാണോ ജീവിതം എത്തി നിൽക്കുന്നത്? എനിക്ക് പ്രയാസമായി തോന്നുക മാത്രമല്ല, എനിക്ക് പ്രയാസമായി ഞാനത് മനസ്സിലും ശരീരത്തിലും അനുഭവിക്കുകയാണ്. ആ നിലയിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. എനിക്ക് പ്രയാസമായി മാറിക്കഴിഞ്ഞിരിക്കുക, ആ ജോലി പ്രയാസമായി മാറിക്കഴിഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, തലമുറ വിളിച്ചു പറയുന്നത് എനിക്ക് ഇവിടെ നിൽപ്പാൻ പ്രയാസമാണ്, ആ ജോലി പ്രയാസമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്രകാരം ശബ്ദം കേൾക്കുന്നില്ലേ? വേദനയുടെ ശബ്ദങ്ങൾ, വ്യതയുടെ ശബ്ദങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ലേ? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ആ വിദ്യാഭ്യാസം ഒരു പ്രയാസമായി മാറിയിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ആ ഏകാന്തത ഒരു പ്രയാസമായി മാറിയിരിക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആ ഒരു അനുഭവം എനിക്ക് പ്രയാസമായി മാറിയിരിക്കുക. ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രയാസം വരുന്നുണ്ട്. ഈ നിലവാരത്തിൽ ജീവിത സാഹചര്യങ്ങളായിരിക്കുന്ന ദൈവമക്കളോട് ശക്തവും ആഴമായി സ്വർഗം ഇടപെടുന്ന ദൈവിക ദൂത് പ്രയാസമായത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ നിശ്ചയവ അതിനകത്ത് കർത്താവിൻ്റെ കരം ചലിക്കാതിരിക്കത്തില്ല. ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയാണോ പ്രയാസവും വേദനകളും ദുഃഖങ്ങളും അടങ്ങിയിരിക്കുന്നത്, ആ മേഖലയിൽ തന്നെ തൊടുവാൻ ശക്തിയുള്ള അധികാരമുള്ള ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ ചലിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 43 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ആ സാഹചര്യം തിരുവെഴുത്ത് വ്യക്തമാക്കുന്നതാ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനകത്തുനിന്ന് ദൂത് ഇടപെടുക, യേശുവിനെ ശക്തിപ്പെടുത്തുക. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ പൈതലെ, പ്രയാസപ്പെടുന്ന ആ തലത്തിൽ തുടരേണ്ടതാണെങ്കിൽ ആ മേഖലയെ ശത്രു മനസ്സിനെ പ്രയാസപ്പെടുത്തി അവിടുന്ന് മാറ്റിക്കളയുക, ആ വാഗ്ദത്തങ്ങളെ തുടച്ചു നീക്കുക, അതിനെ ഉടച്ചു കളയുക, ആ നന്മയെ അടച്ച് ബന്ധിച്ച് അതിനെ തകർത്തുകൊണ്ട് ശൂന്യതയിലേക്ക് കൊണ്ടുവരുക ശത്രു നോക്കുന്ന ഒരു സമയമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തുവാൻ ഇടയാകാൻ പോവുക. അവിടെ തുടരേണ്ട അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് ശക്തീകരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കൂടാരത്തിൽ, ആ പ്രയാസമായിരിക്കുന്ന ആ തലത്തിൽ ശക്തിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ദൈവിക വിടുതൽ ഇറങ്ങി വരാൻ പോവുക. പരിശുദ്ധാത്മാവ് ആഴമായി വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പൈതലേ, അവിടെ തുടരേണ്ട അവസ്ഥയല്ല, ആ പ്രയാസത്തിൽ നിന്ന് പുറത്ത്
പുറത്തു വരേണ്ട വാഗ്ദത്വമാണെങ്കിൽ, അവിടുന്ന് നീക്ക് സംഭവിക്കേണ്ട കാര്യമാണെങ്കിൽ, അവിടുന്ന് മാറേണ്ട സാഹചര്യമാണെങ്കിൽ, പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, പത്രോസിനെ കാരാഗ്രഹത്തിലിട്ട് ബന്ധിച്ചപ്പോൾ അത് പ്രയാസമായി മാറിയ സാഹചര്യത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പൈതലേ, അവിടെ തുടരേണ്ട അവസ്ഥയല്ലെങ്കിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വാതിൽ തുറന്ന്, പുതിയ വാതിൽ തുറന്ന്, പുതിയ വഴി തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. പ്രയാസമായ മേഖലയിൽ തുടരുവാൻ അനുവദിക്കാത്ത ദൈവം, പ്രയാസമായ മേഖലയിൽ തുടരുവാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ശക്തീകരിക്കും. ഇന്ന് പകൽ ദൂതേറ്റെടുക്കട്ടെ, വചനം വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ദൈവം കരം നീട്ടിയിരിക്കും. ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും. പരിശുദ്ധാത്മ ശക്തമായി ദൂതിടപെടുന്നു. ദൈവം ആ വിഷയത്തിന്മേൽ കരം ചലിപ്പിച്ചിരിക്കും. അതിനകത്ത് ഒരു പരിഹാരം വരുത്താൻ പോവാ. ഇനി പ്രയാസത്തോടെയല്ല അവിടെ ആയിരിക്കുന്നത്, ഇനി പ്രയാസത്തോടെയല്ല ജോലി മേഖലയിലായിരിക്കുന്നത്. അപ്രകാരമുള്ള ദൈവത്തിൻ്റെ പദ്ധതി, സർവശക്തൻ്റെ പദ്ധതി ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ, വചനമേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്ക് സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥ, സാഹചര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി, ആ പ്രയാസമായ സാഹചര്യം തുടച്ചു നീക്കി സന്തോഷവും ആനന്ദം കൊണ്ടും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ അവസ്ഥയ്ക്ക്, സാഹചര്യങ്ങൾക്ക് വേഗത്തിലൊരു പ്രതിക്രിയ, വേഗത്തിലൊരു അത്ഭുതം കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.